ഒരുപാട് ഈ ബോർഡറിലെ കളർ ഉണ്ട് നോക്കിയിരുന്ന നമ്മുടെ കല്യാണത്തിനുള്ളോട്ടോ പോണം. കുരിശൻ എടുത്തൊരു കാര്യമില്ല എലിന്റെ കോലെ. സീറോ സൈസ് ഇപ്പത്തെ ഫാഷൻ. സീറോ സൈസിലും വേണ്ടേ? എന്റെ സെലക്ഷൻ എപ്പോഴും വെരി ഗുഡാ. അമ്മയുടെ സെലക്ഷൻ മുറ്റത്തോടെ എല്ലാവരും ചീത്തയും പറഞ്ഞ അങ്ങോട്ട് ഇവിടെ നടപ്പുണ്ട്. എന്താ ഫേസിനെ പറ്റി പറഞ്ഞേ? എനിക്ക് നാച്ചുറൽ എന്നല്ലാതെ ഞാൻ നോക്കിയിട്ട് ആ മനുഷ്യന് പറയാം യാതൊരു കുറവും കാണുന്നില്ല. എങ്ങനെ മലമ്പുഴ മനസ്സിലായി. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന എവളാ തൃശ്ശൂര് മായയുടെ കല്യാണത്തിന് വന്നപ്പോ രണ്ടുപേരും ഇവിടെ മൂലയ്ക്ക് നിന്ന് കുശുഷിക്കുന്നത് കണ്ടതാ. ആ പെട്ടി നോക്കിയത് ബാക്കിയാണ്. ഇനി ഞാൻ അറിയാതെ ഒന്നുകൂടെ തപ്പണ്ട. ഞാൻ കാണിച്ചില്ല. ലോട്ടറി നിങ്ങൾ മുക്കിയതാ. അവളുടെ കൂടെ പുതിയ പൊറുതിക്ക് നിങ്ങൾ ഞാൻ വെറുതെ വിടത്തില്ല. മുഴുവൻ ഞാൻ സ്വത്ത് കിട്ടിയപ്പോ അവളെ കൂടെ പൊറുതി. എന്റെ രക്തം ആ ലോട്ടറി ഒന്ന് കിട്ടിക്കോട്ടെ. കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ രാത്രി ഞാൻ കാസറ്റ് എല്ലാം തപ്പാലും. ആർക്കൊരപകടവും വരുത്തണ്ടേ ഈശ്വര. നിനക്ക് എന്തിന്റെ കട? അത് അമ്പലമൊന്നല്ല, കല്യാണ മണ്ഡപാ. ആണോ? അയ്യോ, എനിക്കെന്നറിയാം ഞാൻ ദൈവത്തിന്റെ പടം കണ്ട് പൈസ ഇട്ട് കടമ തീർത്തു. കഷ്ടം. നിനക്ക് അവിടെ പോയിരുന്ന എന്താ? എന്റെ ഉറക്ക കളയാൻ നിന്റെ മെയിൻ പരിപാടി. ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ ഇരുത്താൻ പോരെ. എല്ലാരും ജോലി ജോലിയായിട്ട് ഇരിക്കുന്നു. ഇത് മാത്രം നത്തിൻ തൊട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. മോനെ ഇങ്ങനെ ഓരോ തരമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലോ നമുക്ക് പേടിയാവുന്നു. കുഴപ്പമുണ്ടാവില്ല. ಈಗ ಮೊಣಕಾಲಿನ ಕೆಳಗೆ ನೆರಗಳಿಗೆ ಪೆಟ್ಟು ಬಿದ್ದಿದೆ. ಪೆಟ್ಟಿಯೋ? 2 ವಾರ ರೆಸ್ಟ್ ಬೇಕಾಗುತ್ತೆ. ಪ್ಲಾಸ್ಟ್ ಹಾಕ್ತೇವೆ. എന്തുവാ പറഞ്ഞേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാ കൊറേ നേരം ആളാക്കാൻ പറഞ്ഞല്ലോ. എല്ല് പൊട്ടിയിട്ടുണ്ടോ? അത് ഈ ഡോക്ടർമാരുടെ ഭാഷ പറഞ്ഞ മസിൽ ഫൈബർ ക്രാക്കിംഗ്. നമ്മുടെ ഭാഷ പറഞ്ഞാലോ? നമ്മുടെ ഭാഷയിൽ മുട്ടിന് താഴെ കണങ്കാലിന് കുറച്ച് മുകളിലായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അല്ലെ ഡോക്ടറുടെ ഭാഷ കേട്ടപ്പോഴേ ക്രാക്ക് എന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു കൊച്ചു താഴെ വീട്ട് തല ഇടിച്ച് വട്ടായി പോയെന്ന്. അല്ല നേരത്തെ കുറച്ചുണ്ടല്ലോ. ചുമ്മാ അല്ല അമ്മ അങ്ങനെ വിചാരിച്ചു പോയത്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ഈ യാത്ര ചെയ്യാനും നടക്കാനൊന്നും പറ്റില്ല. അത്രേ ഉള്ളോ? അയ്യോ പിന്നെ അരങ്ങേറ്റോ? ഉടനെ നടക്കത്തില്ല മോളെ. അതോ കല്യാണമൊന്നുമല്ലല്ലോ, അരങ്ങേറ്റമല്ലേ. ഇനിയിപ്പോ 2 ആഴ്ച മനസ്സമാനത്തോടെ ഇവിടത്തിന് താമസിക്കാമല്ലോ. വീൽ ചെയർ അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരെടുത്തോ. നീ ഈ നാഗവല്ലിയുടെ പാവം കളഞ്ഞൊന്ന് അടങ്ങു വെച്ചേ. ഉണ്ടകണ്ടെടുത്ത് അകത്ത് പോയി. ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന ഒരാളെ ഇങ്ങനെ ആശുപത്രി കൊണ്ടുവരേണ്ടി വരുന്നത്. അത് സാരമില്ല, ശീലമായിക്കോളും. പ്രഭാകർ സാറ് ഇങ്ങോട്ടെങ്ങാനും? ഇല്ല, അങ്ങേരുടെ കാലിടിഞ്ഞ് കിടക്കുക. അതോ അതിലേന്ന് വീണതാ. പട്ടി ഒടിച്ച് കയറ്റിയതാ. എന്തോന്നു? അയ്യോ ചുമ്മാ നടക്കുന്ന പട്ടി കല്ലെറിഞ്ഞത് വെറുതെ വിടുവോ? ഏതായാലും കഴിക്കാനുള്ള സംബന്ധിച്ച് ആ പട്ടിയെ കാണിച്ചില്ലെന്നുള്ള ആവശ്യം. ചേച്ചി എന്തുവാടാ? അളിയെ വിളിക്കാൻ ചീത്തയൊന്നുമില്ല. അതെനക്ക് ശീലമുള്ള കാര്യമല്ലേ. പുതിയ പറയുന്നല്ലോ. അയ്യോ ഇവിടെ വേണ്ട മേഡം. പിന്നെ പടി കയറാനല്ലേ വരതയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ. മാധവേട്ടന് ഞാൻ താമസിക്കുന്ന താഴത്തെ മുറിയില്ല. അത് ഒഴിച്ചു തരാം. അയ്യോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവത്തില്ല മോനെ. വരതയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിലും വരില്ലല്ലോ അതൊന്നും. ഋഷി നീ സുമേഷിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ മുറി ഇവർക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ പറ. മാധവേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. അതൊക്കെ മോളെ പിടിക്കേ. നോക്കി സ്റ്റെപ്പ് ഉണ്ടോ? ഇത് നല്ല മുറിയാണല്ലോ. കൊള്ളാല്ലേ? കൊള്ളാം. കാലൊന്നും നല്ല അവിടെ ഇരിക്കെ. അമ്മ ഒന്ന് പറഞ്ഞേ. ചേച്ചി ആ പ്ലാസ്റ്റർ മുകളിൽ വെക്കണം. നടുവയ്യാത്ത ഞാൻ പൊക്കി വെക്കണം. നിനക്കായാലെന്താ? അളിയന്റെ 18 മിസ്സാണ്. ചേച്ചി ഒന്ന് തിരിച്ചു വിളിക്കും. എടുത്തോണ്ട് പോടാ കേട്ടവനെ. ഒരു ഹൃദവും ഇല്ലാത്തവൻ. നല്ല രസം. ദിഗച്ചേ നീ ആ ഫോൺ എടുത്ത് എന്റെ ഒരു ഫോട്ടോ ഇട്. നല്ല പോസാണ്. നിന്റെ ആ ഫാമിലി ഗ്രൂപ്പിലിട്. എന്നിട്ട് മോം റിലാക്സിംഗ് അറ്റ് മൂകാംബികാന്ന് കൂടെ കൊടുത്ത് പേച്ചിരിക്കട്ടെ. എല്ലാരും കാണട്ടെ, കണ്ട് അസൂയപ്പെടട്ടെ. മുമ്പടി തന്തയുടെ തുറിച്ചു നോട്ടം. കുശുമ്പോ അതുപോലെ തന്നെ. ഗ്രൂപ്പിലില്ലാത്തവരെ ഞാൻ തന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചോളാം. അതിന് നിന്റെ സഹായം വേണ്ടല്ലോ എനിക്ക്. സൗദേ ഞാനാ. എങ്ങനെയുണ്ടടി?
ഞാനിവിടെ മൂകാംബിയിൽ ഒരു വലിയ റിസോർട്ടിലാ. ഒരു പേരെന്തുവടി? ഹെറിറ്റേജ് ലക്ഷറി റിസോർട്ടോ കേട്ടോ. കാശ് കൂടുതലാന്ന് വെച്ചാൽ ശീലിച്ചൊക്കെ മാറ്റാൻ പറ്റുമോ? അരങ്ങേറ്റമൊന്നും നടന്നില്ല. പടിക്കട്ടിന്ന് വീട് പെണ്ണ് കാലടിച്ചു വെച്ചിരിക്കുക. അതങ്ങനെ മാനത്തോട് നോക്കിയില്ലേ നടപ്പ്. പിന്നെ റിസോർട്ടിന്റെ MD വന്നിരിക്കുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ബിസി പേഴ്സണാ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. ആയിക്കോട്ടെ, എന്തെങ്കിലും വേണേ പറഞ്ഞാൽ മതി കേട്ടോ ചേച്ചി. ഓ അല്ല പോരെ, ഇവിടെ നമ്മുടെ മലയാള മാസികളൊക്കെ കിട്ടുമോ? കിട്ടും. പോന്നോ? എന്നാല് ഏതെങ്കിലും ഒരെണ്ണം, അല്ല ഈ മാസത്തെ എല്ലാം ഒരെണ്ണം വാങ്ങിച്ചോ. നിലവല്ലേ വേണ വേണേ? ജാനകി സുബ്രഹ്മണ്യത്തിന്റെ ലേറ്റസ്റ്റ് ഡാൻസ് പ്രോഗ്രാമിന്റെ DVD കിട്ടും. ജാനകി സുബ്രഹ്മണ്യം? അതെ, ജാനകി സുബ്രഹ്മണ്യ. കൃഷ്ണലീലയല്ലേ? എന്റെ ഉണ്ട്, ഞാൻ തരാം. മോനെ അതെ, വരുമ്പോ 2 പാക്കറ്റ് ലേസോട്ടോ മേടിച്ചോണേ. പച്ച മതിയേ, പച്ച. നല്ല ഇറക്കായി. ഏത് കളർ ലേസാ വേണ്ടത്?